മലപ്പുറം കാളികാവ് കടുവാ ദൌത്യത്തിനിടെ നിലമ്പൂർ സൗത്ത് ഡിഎഫ്ഒയെ സ്ഥലം മാറ്റിയതിൽ വനംവകുപ്പിനുള്ളിൽ പ്രതിഷേധം. ദൌത്യത്തിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ അരുൺ സഖറിയ അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തി. അതേസമയം ആക്രമണം നടന്ന സ്ഥലത്തിന് സമീപം കടുവയുടെ സാന്നിധ്യം കണ്ടെത്തി. ഗഫൂറിനെ കടുവ ആക്രമിച്ച സ്ഥലത്ത് സ്ഥാപിച്ച ക്യാമറയിൽ തന്നെയാണ് കടുവയുടെ ദൃശ്യം പതിഞ്ഞത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിലാണ് ചിത്രം ശ്രദ്ധയിൽപ്പെട്ടത്. കേരളത്തിന്റെ ഡാറ്റാബേസിലുള്ള സൈലന്റ് വാലിയിലെ കടുവയെന്ന് ഡോക്ടർ അരുൺ സഖറിയ. പ്രസൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു ഒറ്റ ഫോട്ടോയെ വന്നിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ എക്സ്റ്റൻസീവായിട്ട് നമ്മൾ ആക്കാൻ വേണ്ടി പോവാണ്. അത് ഏരിയ കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ പാരാമ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ രാവിലെ ഒരു പാരാമ്പുലേഷൻ കഴിഞ്ഞു, ഉച്ചയ്ക്ക് രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയ സ്ഥലത്ത് RRT സംഘം പരിശോധനകൾ ഊർജിതമാക്കി. ഇവിടം കേന്ദ്രീകരിച്ച് കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനിടെയാണ് കാളികാവ് കടുവാ ദൗത്യം തന്നെ ഏകോപിപ്പിക്കുന്ന DFO ജി ധനിക്ലാലിനെ വനം വകുപ്പ് സ്ഥലം മാറ്റിയത്. തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ACF ആയാണ് നിയമനം. നിലവിലെ ACF ആയിരുന്ന K രാഗേഷ് നിലമ്പൂർ സൗത്ത് DFO ആകും. അപ്രതീക്ഷിതമായ സ്ഥലം മാറ്റം ദൗത്യത്തെ തന്നെ ബാധിക്കുമെന്ന് പരസ്യമായി തുറന്നടിച്ച് ഡോക്ടർ അരുൺ സഖറിയ. ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ. പുള്ളിയാണല്ലോ അത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്, പുള്ളിയാണല്ലോ. ഇതിനൊരു സെറ്റ് ബാക്ക് ഉണ്ട്, കുഴപ്പമുണ്ട്. പക്ഷെ നമ്മളൊരു ഓപ്പറേഷൻ അത് ഒരു ചെറിയൊരു ഹീസ് ലീഡിങ് ദാറ്റ് പ്രോസസ്. എന്നാൽ കൂടുതൽ പരസ്യ പ്രതികരണത്തിന് DFO തയ്യാറായില്ല. സർക്കാർ സിസ്റ്റം എല്ലാം നടന്നു. മഴയെ തുടർന്ന് കാളികാവിലെ ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. രാത്രിയിലും RRTയുടെ നിരീക്ഷണം തുടരും. റിപ്പോർട്ടർ, മലപ്പുറം.